1952 വസന്തകാലം സ്വതന്ത്ര ഇന്ത്യ ചരിത്രത്തിലെ തങ്ങളുടെ പ്രഥമ പൊതു തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലായിരുന്നു. ഹിമാലയൻ അതിർത്തികൾ മുതൽ കന്യാകുമാരി വരെയുള്ള തെരുവുകളിൽ അന്ന് ഒരൊറ്റ പേര് മാത്രമാണ് അലയടിച്ചുയർന്നത്: ജവഹർലാൽ നെഹ്റു. റോസാപ്പൂവ് ചൂടിയ ആ പ്രഥമ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. കോൺഗ്രസിന്റെ വിജയവും നെഹ്റുവിന്റെ വൻ ഭൂരിപക്ഷവും മാത്രമായിരുന്നു അക്കാലത്ത് പ്രമുഖ പത്രങ്ങളുടെയെല്ലാം പ്രധാന തലക്കെട്ടുകൾ. ഉത്തർപ്രദേശിലെ ഫുൽപൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ നെഹ്റുവിന് ലഭിച്ചത് 1,73,929 വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷമായിരുന്നു. ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആ റെക്കോർഡ് വിജയത്തിന്റെ ലഹരിയിലാണ്ട് നിൽക്കുമ്പോഴാണ് തെക്ക് ഭാഗത്ത് കരിമ്പാറകളും ചുവന്ന മണ്ണും നിറഞ്ഞ നൽഗൊണ്ടയിൽ ചരിത്രം മറ്റൊരു കാവ്യനീതി എഴുതി ചേർത്തത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു മനുഷ്യൻ സാക്ഷാൽ നെഹ്റുവിനെ പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. അവിശ്വസനീയമായ 2,22,280 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ നെഹ്റുവിനെയും കടത്തിവെട്ടി ഒന്നാമതെത്തിയ ആ ജനനായകന്റെ പേര് രവി നാരായണ റെഡ്ഡി എന്നായിരുന്നു. നൽഗൊണ്ടയിലെ ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു രവിയുടെ ജനനം. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിഭൂമിയും അധികാരത്തിന്റെ ചെങ്കോലുമേന്തിയ ജന്മികളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. എന്നാൽ ആ കൊട്ടാര സദൃശ്യമായ വീടിന്റെ ജനാലപ്പടികളിലൂടെ പുറത്തേക്ക് നോക്കിയ ബാലനായ രവി കണ്ടത് പട്ടിണി കിടക്കുന്ന കർഷകരെയും അവരുടെ കണ്ണീരൊഴുക്കുന്ന സ്ത്രീകളെയുമായിരുന്നു. ഹൈദരാബാദ് നിസാമിന്റെയും അദ്ദേഹത്തിന്റെ ക്രൂരസേനയായ റസാക്കർമാരുടെയും എല്ലാം കാൽക്കീഴിൽ ചതഞ്ഞറിയുന്ന സാധാരണക്കാരുടെ വിലാപം ആ ചെറുപ്പക്കാരന്റെ ഉറക്കം കെടുത്തി. 1930 തന്റെ ഇന്റർമീഡിയറ്റ് പഠനകാലത്ത് രാജ്യം മുഴുവൻ മഹാത്മാഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ലഹരിയിലായിരുന്നു. പുസ്തകക്കെട്ടുകൾ മേശപ്പുറത്ത് വെച്ച് രവി ആ സമരപന്തലിലേക്ക് ഇറങ്ങി നടന്നു. അതൊരു തിരിച്ചുപോക്കില്ലാത്ത യാത്രയുടെ തുടക്കമായിരുന്നു. ഒരിക്കൽ വാർധാ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം ഗാന്ധിജിയെ നേരിട്ട് കണ്ടു. ഹരിജനങ്ങളുടെ ഉന്നമനത്തിനായി ഗാന്ധിജി ഫണ്ട് ശേഖരിക്കുന്ന സമയമായിരുന്നു അത്. രവിയുടെ കയ്യിൽ പണമില്ലായിരുന്നു, എന്നാൽ ആദർശത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യയുടെ ആഭരണങ്ങൾ ഒന്നൊന്നായി ഊരി ഗാന്ധിജിയുടെ പാത്രത്തിലേക്ക് സമർപ്പിച്ചു. ത്യാഗത്തിന്റെ ആദ്യ പാഠം അദ്ദേഹത്തിന്റെ ജീവിതചര്യയായി മാറുകയായിരുന്നു. ഗാന്ധിയൻ മാർഗത്തിൽ നിന്ന് ആരംഭിച്ച് പീഡിതരുടെ വിമോചനം കൂടുതൽ തീക്ഷ്ണമായ വഴികളിലൂടെയേ സാധ്യമാകൂ എന്ന് രവി നാരായണ റെഡ്ഡി പിന്നീട് തിരിച്ചറിഞ്ഞു. 1939 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അക്കാലത്ത് ആന്ധ്ര മഹാസഭ എന്ന സംഘടനയെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് കർഷകരുടെ ഒരു വലിയ വിപ്ലവ പ്രസ്ഥാനമാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ നേതൃത്വമായിരുന്നു. 1946 മുതൽ 1951 വരെയുള്ള കാലഘട്ടം തെലങ്കാനയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായമാണ്. നിസാമിന്റെ നാടുവാഴികൾക്കെതിരെയും റസാക്കർമാർക്കെതിരെയും രവി നാരായണ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കർഷകർ ആയുധമെടുത്തു. കാട്ടിലും മേടിലും ഒളിപ്പോര് നയിച്ചുകൊണ്ട് അദ്ദേഹം പാവപ്പെട്ടവന്റെ കാവലാളായി മാറി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ഒരു വർഷത്തിലേറെക്കാലം ഹൈദരാബാദ് ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായി തുടർന്നു. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന നിസാം പുതിയ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതോടെ 1948 ഇന്ത്യൻ യൂണിയന്റെ സൈനിക നടപടിയായ ഓപ്പറേഷൻ പോളോയിലൂടെ ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി മാറി. ആ ലക്ഷ്യം പൂർത്തിയായതോടെ സായുധ സമരം അവസാനിപ്പിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു രവി. എന്നാൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ അദ്ദേഹത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. വർഷങ്ങളോളം ഒളിവിലും ജയിലറകളിലും കഴിയേണ്ടി വന്നിട്ടും നീതിയോടുള്ള ആ മനുഷ്യന്റെ പ്രണയം ഒട്ടും കുറഞ്ഞില്ല. വെറും പ്രസംഗ തൊഴിലാളിയായിരുന്നില്ല രവി നാരായണ റെഡ്ഡി. ജന്മി കുടുംബത്തിൽ നിന്ന് തനിക്ക് അവകാശമായി കിട്ടിയ 500 ഏക്കർ ഫലഭൂയിഷ്ടമായ കൃഷിഭൂമിയാണ് അദ്ദേഹം യാതൊരു പ്രതിഫലവും വാങ്ങാതെ പാവപ്പെട്ട കർഷകർക്ക് വീതിച്ചു നൽകിയത്. സ്വന്തമായി ജീവിക്കാൻ വെറും 20 ഏക്കർ മാത്രമാണ് അദ്ദേഹം മാറ്റിവെച്ചത്. താൻ മരിക്കുമ്പോൾ തന്റെ ചിതാഭസ്മം പോലും ഒരു സ്മാരകത്തിലും തളയ്ക്കരുത് എന്നും അത് കർഷകർ ചോര നീരാക്കി പണിയെടുക്കുന്ന വയലുകളിൽ വിതരണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ആ മണ്ണിൽ നിന്ന് പുതിയ വിളവുകൾ മുളയ്ക്കുമ്പോൾ അതിൽ തന്റെ ശ്വാസം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതായിരുന്നു കൃത്യമായ കാരണം. 1952 ജനാധിപത്യ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് പെട്ടി തുറന്നപ്പോൾ നൽഗൊണ്ടയിലെ കർഷകർ തങ്ങളുടെ വിപ്ലവ നായകന് വോട്ടുകളുടെ പ്രളയം സമ്മാനിച്ചതിന് പിന്നിൽ അത് വെറും ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നില്ല. നൂറ്റാണ്ടുകളായി തങ്ങളെ അടിച്ചമർത്തിയ നാടുവാഴിത്തത്തിന് നേരെ സാധാരണക്കാരൻ രേഖപ്പെടുത്തിയ ചരിത്രപരമായി വിധി തീർപ്പായിരുന്നു. കോടികൾ വാരിയെറിഞ്ഞ കോർപ്പറേറ്റ് PR ഏജൻസികളെ വെച്ച് വ്യാജബിംബങ്ങൾ ചമച്ച് വോട്ട് പിടിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കിടയിൽ രവി നാരായണ റെഡ്ഡി എന്ന പേര് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആഡംബരത്തിന്റെ നടുവിൽ ജനിച്ചിട്ടും പാവപ്പെട്ടവന്റെ ശബ്ദമായി മാറിയ, അധികാരം കിട്ടിയിട്ടും വിനയത്തിന്റെ വസ്ത്രമണിഞ്ഞ ആ പഴയകാല കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ചരിത്രം എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു.